സാറേ ഞാൻ ഒരു യൂട്യൂബ് ചാനലിന് വരുന്നയാ. ഡ്യൂട്ടി ടൈം അല്ലല്ലോ? ഡ്യൂട്ടി ടൈമിലാണ്. കുഴപ്പമില്ല. അപ്പൊ എന്റെ അതേപോലെ എനിക്ക് സ്പോൺസർ തന്നെ എടപ്പള്ളിയിലുള്ള ഇമേജ് മൊബൈൽസ് അറിയോ? അവരെനിക്ക് സ്പോൺസർ തന്നെ. അപ്പൊ അവര് ഫോളോവർ ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഗിഫ്റ്റ് തരാം. ഒന്ന് നോക്കോ? എങ്ങനെ നോക്കണ്ടേ? ഫോണില്, മൊബൈലില്, ഇൻസ്റ്റഗ്രാമില്. അല്ല, എന്റെ ഫോണ് മോനെ ഇച്ചിരി പഴയതാണ്. എന്നാ സാറിന്റെ സാറിന്റെ ഇല്ല, പുള്ളിയുടെ ഇല്ല. എന്റെ ഇതിനകത്ത് അപ്ഡേറ്റ് ഇത് ചെയ്തിട്ടില്ല. ഫോളോവർ അല്ല. കുഴപ്പമില്ല. അപ്പൊ ഗൈസ് ഫോളോവർ അല്ല, ഫോളോ ചെയ്ത് വെച്ചോട്ടെ. ഇത് ചെയ്താണ്. നിങ്ങൾക്ക് വീഡിയോ ഉണ്ട്, സാറിന്റെ വീഡിയോ വന്നത്. അപ്പൊ ഇത് ചെയ്താ മതി. എന്നിട്ട് ഇത് അപ്പൊ ഇനി വീഡിയോ വരും. അപ്പൊ ഇനി ചെയ്ത് വെച്ചോ. അപ്പൊ എടപ്പള്ളിയിൽ എന്തായാലും പോയിട്ട് ഇമേജിന്ന് വാങ്ങണം. അപ്പൊ നമ്മളെ രക്ഷകരല്ലേ, ഈ ഗിഫ്റ്റ് പിടിച്ചോ. അപ്പൊ പേരെന്താ സാറിന്റെ? എന്റെ പേര് ജോൺസൺ. എവിടെ സ്ഥലം? എന്റെ പന്തത്ത്. അപ്പൊ സാറിന്റെ പേരെന്താ? തുളസീധരൻ. ഒരു മൈക്ക് കൊടുക്കും. തുളസീധരൻ. തുളസീധരൻ. എവിടെ സ്ഥലം? അപ്പം ചെയ്ത് വെച്ചോട്ടാ. അപ്പൊ പോട്ടെ. നാളെ ഇലക്ഷൻ ആയതുകൊണ്ട് ഡ്യൂട്ടി ഉണ്ടാവല്ലേ? അപ്പൊ പോട്ടെ. അപ്പൊ എന്തായാലും ചെയ്ത് വെച്ചിട്ട് കാണും കേട്ടോ. അപ്പൊ ബൈ, പോട്ടെ. ഗൈസ്, ഞാനൊരു കാര്യം പറയാൻ വന്നിട്ടുള്ളത്. എനിക്ക് അത് പറയാണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ആ കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാൻ ഇന്ന് 2 പോലീസുകാരെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവര് എന്ത് വെയിലും ചൂടും കൂടിയാണ് നമ്മളെ പ്രൊട്ടക്ഷൻ തരുന്നത്. നമുക്ക് അറിയായിരിക്കും. പക്ഷെങ്കിൽ അവര് നമുക്ക് പേടിയായിരിക്കും. പോലീസുകാരുടെ മുമ്പിൽ പോയാല് നമ്മൾ എന്തെങ്കിലും ചെയ്യോ എന്നുള്ളൊരു പേടിയായിരിക്കും. പക്ഷെങ്കിൽ ഇവര് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു. നമുക്ക് ഇങ്ങനെ കൂടെ നിന്നു, ഈ വീഡിയോ എടുക്കാൻ കൂടെ നിന്നു. പിന്നെ നമ്മളെ കുറെ ഇതാക്കി, നീ വലുതാവെന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ മോട്ടിവേഷൻ തന്നു. അതേപോലെ അവർക്ക് ഞാൻ ഒന്നാ അറിയാം കൊടുത്തത്, അവര് നമ്മളെ ഇങ്ങനെ സംരക്ഷിക്കുന്നോണ്ടും പിന്നെ നമ്മളൊരു പോലീസുകാരന്റെ ഒരു ബഹുമാനം കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞാനൊരു ഗിഫ്റ്റ് ആയിട്ട് കൈമാറിയതാണ്. അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത്. അപ്പൊ നിങ്ങളെല്ലാരും പോലീസുകാരെന്നുള്ള കമന്റ് ചെയ്യുക. ബൈ. അപ്പൊ നമ്മളെ കേരള പോലീസിന് ബിഗ് സല്യൂട്ട്.